ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് വ്യൂസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻ ട്രേഡർ. ഫേക്ക് ആയിട്ടുള്ള അപ്പ് ഡൗൺസ് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡ് പിടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെയും സെൻസെക്സിൻ്റെയും ലൈവ് മാർക്കറ്റിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10th സെപ്റ്റംബർ ആണ്. അപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി മാർക്കറ്റ് മോർണിംഗിൽ ഒന്ന് ഡൗൺ ഇറങ്ങാൻ നോക്കി, തിരിച്ച് ബൈ കയറി. എന്നാൽ നല്ലൊരു ബൈ ട്രേഡാണ് പോയത്. എന്നാൽ ഒരുപാട് നല്ല ഹൈക്ക് അടിച്ചു കയറില്ല, എന്നാലും ബാങ്ക് നിഫ്റ്റിക്ക് നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിഫ്റ്റി അതേപോലെയല്ല, നല്ലൊരു ബൈ ട്രേഡ് പോയിരുന്നു. നിഫ്റ്റി അതേപോലെ നല്ലൊരു ഹ്യൂജ് റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ബാങ്ക് നിഫ്റ്റിക്ക് സാധാരണ ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അടിച്ചടിച്ച് കയറുന്ന നല്ല റിട്ടേൺസ് വരും. ബാങ്ക് നിഫ്റ്റി ബൈ പോകുന്നുണ്ടെങ്കിലും നമുക്ക് നല്ലൊരു, അതായത് ഹ്യൂജ് റിട്ടേൺസ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എന്നാലും 50 എവിടെ ബ്രേക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത പോർഷൻ 51,155 എന്നാണ്. അവിടുന്ന് മാർക്കറ്റ് നേരെ കയറി 342 വരെ പോയിട്ടുണ്ട്. നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ബാങ്ക് നിഫ്റ്റിക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിൽ വന്ന മൊമെൻറ്റ് നല്ലൊരു അടിച്ചു കയറി, അത് പെട്ടെന്ന് അടിച്ചടിച്ച് കയറുമായിരുന്നു. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ പോയിന്റ് തരുന്നുണ്ടെങ്കിലും ഒന്ന് പിടിച്ചാണ് തന്നിരുന്നത്. പക്ഷേ നിഫ്റ്റിയിൽ അതുപോലെയല്ല. നിഫ്റ്റിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാവിലെ വന്ന സെല്ല് കൺഫേം ആയിരുന്നില്ല. നമ്മുടെ സോഫ്റ്റ്വെയർ താഴെ കൺഫർമേഷൻ തരാതെ തിരിച്ച് ആ ബൈ ട്രേഡ് നല്ലപോലെ അടിച്ചടിച്ച് കയറിയിട്ടുണ്ട്. മാർക്കറ്റിൽ നല്ലൊരു ബൈ റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. സെൻസെക്സും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ബൈയുടെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് പോയത്. രാവിലെ തന്നെ ബൈ കണ്ടിന്യൂവേഷൻ പോയി നല്ല റിട്ടേൺസ് കിട്ടി. ഇപ്പോൾ സെല്ല് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ അവിടെ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല 5 മിനിറ്റ്സ്. പക്ഷേ നമ്മൾ സ്കാൽപ്പിങ്ങിൽ ട്രേഡ് എടുക്കാവുന്നവർക്ക് 1 മിനിറ്റിൽ നമുക്ക് അവിടെ റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. ചെറിയ പോയിന്റോളം ഇറങ്ങി നമുക്ക് 2 ടാർഗറ്റ് അടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ ട്രേഡുകളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു പുട്ട് ഓപ്ഷൻ ഇവിടുന്ന് പിടിക്കാവുന്നതാണ്. 25,100 200 പുട്ട് എടുക്കാം. അത് ഇവിടുന്ന് വ്യൂവിൽ സിമ്പിൾസിൽ പോയി നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഏതാണ് കൺസേൺഡ് പുട്ട് എന്നുള്ളത് നമ്മൾ അതിനനുസരിച്ച് പുട്ട് ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീക്കിലി 25,100 ആണ് ആഡ് ചെയ്യണമെങ്കിൽ 200 ആണെങ്കിലും നമുക്ക് ആ കൺസേൺഡ് സ്ട്രൈക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതിനകത്ത് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചാർട്ട് വിൻഡോ എടുക്കുക, എന്നിട്ട് 1 മിനിറ്റ് എടുത്തിട്ട് ടെംപ്ലേറ്റിന് 8.1 ഓപ്ഷൻസ് കൊടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ അവിടെ ബൈസിക്കിൾ വന്നിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് മാർക്കറ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് 151 നിന്ന് നമ്മൾ പിടിച്ച് 210 വരെ. അപ്പോൾ ഒരു 50 പോയിന്റ്സോളം നമുക്ക് ഈ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബാക്ക് ട്രേഡ് ആണ്. ഇപ്പോൾ നമുക്കൊരു നമുക്കൊരു ഡൗൺ എന്ന് പറയാൻ പറ്റിയല്ല, ഒരു ബാക്ക് ട്രേഡ് എടുക്കുകയാണ്. തിരിച്ച് അവിടുന്ന് പിന്നെ നമുക്ക് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ട്രെൻഡ് ലൈൻ തിരിഞ്ഞ് കയറുമ്പോൾ രണ്ടാമത് അവിടുന്ന് എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ ഓപ്ഷൻസിൻ്റെ സ്ട്രൈക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് വെച്ചാൽ മതി. അപ്പോൾ യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഒരു സിഗ്നൽസ് വന്നാൽ കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. അപ്പോൾ അതായത് ഇപ്പോൾ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സെൽ സിഗ്നൽ വന്നിട്ടുണ്ട്, അതിനകത്ത് ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്, എൻട്രി പോയിന്റ് ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് കൺഫേംഡ് അല്ല, കാരണം ഇവിടെ ക്യാൻഡിൽ കളർ റെഡും ഇല്ല, റെഡ് ഉണ്ടെങ്കിലും താഴെ കൺഫർമേഷൻ ബാർ റെഡും അല്ല, സെൽ സോണിൽ അല്ല കിടക്കുന്നത്. അപ്പോൾ അത് കാരണം അത് ട്രേഡ് എടുക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ചെറിയ ട്രേഡിൽ എക്സ്പെക്ട് ചെയ്യുന്നത് 1 മിനിറ്റ് പിടിക്കാം. 1 മിനിറ്റിൽ മോർണിംഗ് സെക്ഷൻ 11 o'clock മുമ്പേ ക്ലോസിംഗ് ലെവലിൽ നമുക്ക് എടുക്കാവുന്നതാണ്. നല്ല എൻട്രി കിട്ടും. അതേപോലെ ഇന്നത്തെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നോക്കുകയാണെങ്കിൽ നമുക്ക് മോർണിംഗിൽ നല്ല ട്രേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ സോഫ്റ്റ് അവിടെ സെല്ല് കൺഫേം ആകാത്ത എന്ന സ്ഥിതിക്ക് നമുക്ക് തിരിച്ചൊരു ബൈ വന്നപ്പോൾ അവിടെ എൻട്രി ആയിരുന്നു. അവിടെ നിന്ന് 24,900 നമുക്ക് കോൾ എടുക്കാവുന്നതായിരുന്നു. അവിടുന്ന് വ്യൂവിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. അത് ഇതേപോലെ തന്നെ കോൾ ഓപ്ഷൻ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. ഇപ്പോൾ 24,900 25,000 നമുക്ക് ഏത് സ്ട്രൈക്ക് ആണെങ്കിലും അവിടെ ആഡ് ചെയ്ത് ശേഷം മതി. അതിൽ 24,900 നമുക്ക് നോക്കുകയാണെങ്കിൽ 5 മിനിറ്റാണ് ഇതിൻ്റെ ഇടയ്ക്ക്, 1 മിനിറ്റ് സ്കാൽപ്പിങ്. അത് മോർണിംഗ് ട്രേഡിൽ സ്കാൽപ്പിംഗ് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് കിട്ടാൻ നമുക്ക് സഹായിക്കും. അപ്പോൾ ഇതിനകത്ത് അവിടെ ഒരു ബൈ വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഈ എൻട്രി 128 നമുക്ക് നേരെ എൻട്രി പോയി നേരെ 242 വരെ നല്ല റിട്ടേൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ്വെയർ കറക്റ്റ് എൻട്രി കറക്റ്റ് പോർഷനിൽ കാണിച്ചിരുന്നു. സെല്ല് കൺഫേം അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ റിവേഴ്സ് പോയ പോയിന്റ് കറക്റ്റ് കാണിച്ചത്, എൻട്രി കാണിച്ചു തന്നു. അവിടെ നിന്ന് നേരെ കയറി എടുക്കുക. സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാം. ഓക്കെ.